നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് വ്യാഴം 3-ലും 4-ലുമായിട്ട് ഗോചരം ചെയ്യുന്നു. ശനി 11-ലും പിന്നീട് 12-ലും രാഹു 10-ലും 9-ലും സഞ്ചരിക്കുന്ന കാലമാണ് ഈ 1202 ചിങ്ങമാസം എന്ന് പറയുന്നത്. ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളുള്ള ഒരു കാലം തന്നെയായിരിക്കും. കർമ്മരംഗത്ത് സ്ഥാനഭ്രംശവും കുടുംബത്തിലെ പുരോഗതിയും ധനലാഭവും വാഹനമൊക്കെ വന്നു ചേരാം. വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. വാഹന ഉപയോഗമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം. കഠിന പ്രയത്നം മൂലം അംഗീകാരവും പ്രശസ്തിയൊക്കെ നിങ്ങൾക്കുണ്ടാകാം. വിദേശയാത്ര അന്യദേശ യാത്രയൊക്കെ വന്നു ചേരുന്നുണ്ട്. യാത്രാ ക്ലേശങ്ങൾ മൂലം ധനനഷ്ടമൊക്കെ ഉണ്ടാകാം. സ്വയം തൊഴിൽ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട യാത്രകളൊക്കെ അസ്ഥാനത്താകാം. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്ക് അന്യദേശ യാത്രയൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കുറേയേറെ അലച്ചിലുകൾ ഉണ്ടാക്കുന്ന യാത്രകളായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് അന്നപാന ദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫുഡ് പോയിസണൊക്കെ വരികയും അതുകൊണ്ട് തന്നെ ഉദര രോഗങ്ങളൊക്കെ പിടിപെടാനൊക്കെ യോഗം വന്നു ചേരുന്നുണ്ട്. ധാരാളം അലച്ചിലുകളുള്ള ഒരു വർഷമായിരിക്കും. പരീക്ഷയിൽ പരാജയ ഭീതി കൈവരിക്കുന്നതാണ്. പരീക്ഷയിലെ മത്സര പരീക്ഷയിലൊക്കെ കുട്ടികൾക്ക് ചിലപ്പോൾ വിചാരിച്ച പോലെയുള്ളൊരു വിജയം പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല. ശത്രുദോഷം മൂലം കർമ്മത്തിൽ ധാരാളം പ്രതിബന്ധങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. വ്യാപാര വ്യവസായം കൈകാര്യം ചെയ്യുന്നവർക്ക്, സ്വന്തമായിട്ട് വ്യാപാര വ്യവസായം ചെയ്യുന്നവർക്കും സ്വന്തമായിട്ട് ഫാക്ടറികളൊക്കെ നടത്തുന്നവർക്കും ഒക്കെ അലസതയും അവരുടെ ആ ഒരു പ്രവൃത്തിയും കർമ്മ പ്രവൃത്തി മൂലം ധനനഷ്ടങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ തടസ്സവും താമസവും അപമാനവും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഉയർന്ന ആളുകളുമായിട്ട്, വിദഗ്ധരായിട്ടുള്ള ആളുകളുമായിട്ട് അവരുടെ അഭിപ്രായങ്ങളുമായിട്ട് ക്രോഡീകരിച്ച് തൊഴിൽ വിശകലനം നടത്തുന്നത് മൂലം വ്യാപാരത്തിലും കർമ്മരംഗത്തും ഒക്കെ നിങ്ങൾക്ക് ധനനഷ്ടം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നടക്കാത്ത യുവജനങ്ങളുടെ വിവാഹം നടക്കാനായിട്ട് ഗോചരവശാൽ സാധ്യത കാണുന്നുണ്ട്. മേലധികാരികളുടെ ഇടപെടലുകൾ അരോചകമായി തോന്നിയേക്കാം. ഔദ്യോഗിക രംഗത്തുള്ള ആളുകൾക്ക് മേലധികാരികൾ നിങ്ങളെ വല്ലാതെ അപ്രീതിക്ക് പാത്രമാകാം. പൊതുവിൽ ദോഷഫലങ്ങൾ കുറയുന്നതിനും ഗുണാധിക്യങ്ങൾ കൂടുന്നതിനുമായിട്ടും ഈ ഒരു വർഷം നല്ല ഒരു ഫലം ചിങ്ങമാസം 1 മുതൽ നിങ്ങൾക്ക് നല്ല ഒരു നേട്ടങ്ങൾക്കുമായിട്ട് നിങ്ങൾ ആഞ്ജനേയ ഭഗവാന് കുങ്കുമാർച്ചന, വെറ്റിലമാലാർച്ചന, വടമാല ഇതൊക്കെ വഴിപാടായിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഭദ്രകാളി സ്തോത്രം ജപിക്കുന്നതും ഭദ്രകാളി മൂലമന്ത്രം നിത്യവും ജപിക്കുന്നതും ഒക്കെ വളരെയേറെ നന്നായിരിക്കും. മഹാദേവന് കൂവളമാല അർച്ചന നടത്തുക. പക്കപ്പിറന്നാളിൽ മഹാദേവന് പിൻവിളക്ക്, കൂവളമാല അർച്ചന ഇതൊക്കെ നടത്തുന്നത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ വിധിപോൽ നടത്തി പോന്നാലും നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതാണ്.